ഒന്ന് ഊതിക്കേ. ഞാനൊരു ഡോക്ടറാ. ഊതാൻ. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. ലൈസൻസാ, ചാർജ് ഷീറ്റ് എഴുതണം. ഐ ജസ്റ്റ് ഹാഡ് എ ബിയർ. താജിലൊരു പാർട്ടി അറ്റൻഡ് ചെയ്തിട്ട് വരുമോ ഞാൻ? ജസ്റ്റ് ഹാഡ് എ ബിയറോ? ബിയറിൽ എന്താ പാലാണോ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാ. ഓ, രണ്ടുപേരും ഡോക്ടേഴ്സാണോ? നിങ്ങൾ ആരായിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വെറുതെ ഡോക്ടർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഓക്കെ ലിസൺ, ഞങ്ങൾ ആരാന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കുന്നത്. ഈ വണ്ടി നേരെ കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ്. വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മീഷണർ സാറിനെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഡോക്ടർ നവീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓ, കമ്മീഷണറുടെ ഗസ്റ്റ് ആണോ? അപ്പൊ ഓക്കെ സാർ. എന്തോ ഓക്കെ. കമ്മീഷണറുടെ വീട്ടിലേക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ മദ്യപിച്ചിട്ട് ഓടിക്കാന്നാ. നമ്പർ നോട്ട് ചെയ്തേ. ഏയ്, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഇത്രയും നേരം മര്യാദക്കല്ലേ സംസാരിച്ചേ? വാട്ട്സ് ദ പ്രോബ്ലം? പ്ലീസ് സ്റ്റോപ്പ് രേണു. രേണു, സ്റ്റേ ഇൻ ദ കാർ. രേണു, അപ്പൊ വാളിയാ, നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം. ഇതിനെപ്പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നായത് തന്നെ. നാട് നന്നാക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം കുടിക്കാതെ വണ്ടി ഓടിക്കാൻ നോക്ക്. കമ്മീഷണറുടെ ഗസ്റ്റ് ആയതുകൊണ്ട് വെറുതെ വിടുമെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ? പ്രശ്നം അവനല്ല, ആ പെണ്ണാടാ. പെണ്ണ? നീ എന്തീ പറയുന്നേ? അന്ന് വിദ്യ എന്താ എല്ലാ പെണ്ണുങ്ങളെയും റിജക്ട് ചെയ്തെന്ന് ചോദിച്ചില്ലേ? ഈ പെണ്ണ് കാരണം. ഞാൻ വിശ്വസിക്കില്ല. നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ കുട്ടൻസ്. നീ കൈക്കൂലി വാങ്ങുന്നുണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ കാര്യം ഇതാണല്ലേ. ട്രാഫിക് പോലീസ് അറിയാം എല്ലാരും ഇങ്ങനെ. എല്ലാ പോലീസ് ഇവനെ പോലെ മോശക്കാരല്ല, നല്ലവരായ ചിലരും ഉണ്ട്. എന്താ നിനക്കൊരു ഫീലിംഗ്? എനിക്ക് ആ പെണ്ണിനെ കാണണം. എന്താ? അപ്പൊ പറഞ്ഞല്ലേ, ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ജോലി നോക്കിയേക്കാം. നീ ഒരു കിഴങ്ങനാ. നിന്നെ ഒരുത്തി സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അവളെ എനിക്കൊന്ന് കാണണം. അതേപോലത്തെ പെൺകുട്ടികളെ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താലോ. ഞാൻ ആ പെണ്ണിനെ കണ്ടതും സത്യം, എനിക്കിഷ്ടമായി എന്നുള്ളതും സത്യം. എന്ന് കരുതി അറിയാത്തൊരു പെണ്ണിന് വേണ്ടി താടി വളർത്തിക്കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ചാപ്റ്റർ ക്ലോസ്ഡ്. അറ്റ്ലീസ്റ്റ് ആ ഫോട്ടോ എങ്കിലും ഒന്നും കാണിക്കാൻ പാടില്ലേ? ഫോട്ടോ ഉണ്ടോ? അയ്യേ, അതൊക്കെ ഞാൻ എപ്പോഴേ കീറിക്കളഞ്ഞില്ലേ. വിദ്യമോളെ, ദാ മണ്ടാ, ഇവന് കേൾക്കണം. അത് ശരി, ഇതാണല്ലേ പരിപാടി. ഹായ്, സൂപ്പർ ചോയ്സാ. ഇത്രയും നല്ല പെണ്ണിനെ കണ്ടിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ഒരു ഭീകരമൃഗത്തിന്റെ കടിയേറ്റ് പലർക്കും ജീവഹാനി സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പട്ടണത്തിലെ ഈ ഭീകരമായ അവസ്ഥ കണ്ട് ജനങ്ങളെല്ലാം ആശങ്കാകുലരായിരിക്കുകയാണ്. സർക്കാർ ഇത് വിശകലനം ചെയ്യാനായി ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. വിദ്യേ, വിദ്യേ,
വിദ്യേ! വിദ്യ! 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 താഴേക്ക് വാ! വിദ്യ! വിദ്യ! ഹലോ അളിയാ, നീ ഉടനെ സ്റ്റേഷനിലേക്ക് വാ. എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. വിദ്യയെ കാണുന്നില്ലടാ. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, എങ്ങും കാണുന്നില്ലടാ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ ആദ്യം സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പുറത്തു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്.